ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി അമ്മുമോളെ കുറച്ച് ദിവസത്തേക്ക് വൃന്ദാവനത്തിൽ കൊണ്ട് നിർത്തണമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ് സന്ദീപ്. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോയതിനു ശേഷം സന്ദീപിന്റെ നേരെ തട്ടിക്കയറുകയാണ് ആതിര. ഞാനെന്താണെങ്കിലും ഒരിക്കലും എന്റെ കുഞ്ഞിനെ എവിടേക്കും വിട്ടുകൊടുക്കില്ലെന്ന് ആതിര പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുതെന്നും അവൾക്ക് ആദ്യം അമ്മയായത് അച്ചുവേട്ടത്തിയാണെന്ന് നമ്മൾ ഓർമ്മിക്കണമെന്നും സന്ദീപ് പറയുന്നു. എന്താണെങ്കിലും സച്ചിയേട്ടൻ്റെ കയ്യിൽ ഞാൻ കുഞ്ഞിനെ കൊടുത്തു വിടില്ല, എങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് സന്ദീപ് പറയുമ്പോൾ വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം, ഞാൻ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ ചേച്ചിക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാതിരിക്കില്ല, വേണ്ട അതിരെ, നീ പോയാൽ അതൊരു വഴക്കാകുമെന്ന് സന്ദീപ് പറയുമ്പോൾ എന്താണെങ്കിലും ഞാൻ തന്നെ മാത്രമേ കുഞ്ഞിനെ കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആതിര അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. കുഞ്ഞിനെ കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്ന മീരയാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന കമല പറയുകയാണ്, നീ എങ്ങോട്ടേക്കാ? അത് പിന്നെ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാനെന്ന് മീര പറയുമ്പോൾ നീ കുഞ്ഞിനെ കുളിപ്പിക്കണ്ടെന്നും അതൊന്നും ശരിയാകില്ല, ഞാൻ കുളിപ്പിച്ചോളാമെന്നും കമല പറയുന്നു. എൻ്റെ അമ്മേ, ഞാനും ഒന്ന് പ്രസവിച്ചതാ, ഞാൻ കുളിപ്പിക്കാമെന്ന് വീണ്ടും മീര പറയുമ്പോൾ നീ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ആവണിമോളെ നോക്കിയതും കുളിപ്പിച്ചതും വളർത്തിയതുമെല്ലാം ഞാൻ തന്നെയാണെന്ന് കമല പറയുന്നു. എന്താ അമ്മേ, ഞാൻ നന്നായി തന്നെ കുളിപ്പിച്ചോളാമെന്ന് മീര വീണ്ടും പറയുമ്പോൾ കമൽ അതിന് സമ്മതം മൂളുകയാണ്. അല്ലെങ്കിലും ഈയിടെയായിട്ട് നിനക്ക് അച്ഛനോടും കുഞ്ഞിനോടും ഭയങ്കര സ്നേഹമാ, ഞാനത് ശ്രദ്ധിക്കുന്നുമുണ്ട്, എനിക്കറിയാം, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് നിനക്ക് ഈ കുറ്റബോധം എന്നൊക്കെയെന്ന് കമല പറയുമ്പോൾ അമ്മ ഇനിയും പഴയതൊന്നും ഓർമ്മിപ്പിക്കാതെ അച്ചുവിൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കൊള്ളാമെന്ന് മീര പറയുന്നു. അതേസമയം ആരോ ബെല്ലടിക്കുകയാണ്. മാഷായിരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കമല പുറത്തേക്കിറങ്ങുമ്പോൾ അത് ആതിരയായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ആതിരെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അതേസമയം ആതിരയുടെ ശബ്ദം കേട്ടയുടൻ തന്നെ പുറത്തേക്ക് ഓടി വരികയാണ് അർച്ചന. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ മീരയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം അമ്മുക്കുട്ടിയെ ആതിരയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുകയാണ് അർച്ചന. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആതിര. അമ്മുക്കുട്ടിയെ കൊണ്ടുവരാഞ്ഞിട്ട് ഇവിടെ എന്തൊരു ബഹളമായിരുന്നറിയാമോ? ഇപ്പോഴാണ് അച്ചുവിനൊന്ന് ജീവൻ വെച്ചതെന്ന് കമല പറയുമ്പോൾ ഇതുകൂടി കേൾക്കുമ്പോൾ ആതിര ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. പിന്നീട് അർച്ചന ആതിരയോട് പറയുകയാണ്, അല്ല, നീ അമ്മുക്കുട്ടിയുടെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ? കുഴപ്പമില്ല, സന്ദീപിന്റെ കൈ കൊടുത്തു വിട്ടാൽ മതി, ഇനി എന്താണെങ്കിലും കുറച്ച് ദിവസം അവള് ഇവിടെയാണല്ലോ. ഇതൊക്കെ കേൾക്കുന്ന ആതിര വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ധ്യയുടെ നന്ദന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സേതു. എൻ്റെ മകൻ ആദ്യമേ ഒരു തകർച്ചയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും എൻ്റെ മകൻ്റെ ജീവിതം തകർച്ചയിലായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇതൊരു വലിയ ചടങ്ങാക്കി നടത്താൻ തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന് സേതു പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നും നിയമപരമായി ഇപ്പോൾ ഡിവോഴ്സ് കിട്ടാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ചടങ്ങായി നടത്താമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നതെന്നും നന്ദനും പറയുന്നു. അച്ഛാ, നമ്മൾ ആർഭാടമായിട്ട് കല്യാണം നടത്താൻ പോയാലേ അത് അവരറിയും, അവസാനം പോലീസും പ്രശ്നങ്ങളും ഒക്കെയാകും, എന്തിനാ നമ്മളായിട്ട് വെറുതെ ഒരു സമാധാനക്കേട് ഉണ്ടാക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നു. നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ അച്ഛന് തെറ്റുപറ്റിയ നമ്മളെ, ഇനിയെങ്കിലും ഇവനും നീയും കൂടി ഒരു നല്ല ജീവിതം തന്നെ ജീവിക്കണമെന്ന് സേതു പറയുമ്പോൾ കുടുംബ കോടതിയിലെ ആദ്യത്തെ കൗൺസിലിംഗ് നാളെയാണെന്ന് നന്ദൻ പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടണം, അതിനുവേണ്ടി എത്ര വേണമെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് സച്ചിയും പറയുന്നു. എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും അച്ഛനും നന്ദേട്ടനും കൂടി സംസാരിച്ചാൽ മതി, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ താഴേക്ക് പോകുന്നു. കോടതിയിൽ അവൾ ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും മോനെ എന്ന് സേതു ചോദിക്കുമ്പോൾ അച്ഛൻ അതോർത്ത് വിഷമിക്കേണ്ടെന്നും ഡിവോഴ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാനും സന്ധ്യയും ഞങ്ങൾ ആഗ്രഹിച്ച പോലൊരു ജീവിതം തന്നെ ജീവിക്കും, അതിന് യാതൊരു മാറ്റം വരാനും ഞാൻ സമ്മതിക്കില്ല, അതും അവളുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജീവിക്കണം എന്നൊക്കെ ഉറച്ച മനസ്സോടെ പറയുകയാണ് നന്ദൻ. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അമ്മുക്കുട്ടിയെ ഒരുക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അതേസമയം ഇതെല്ലാം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ആതിര. അത് ചേച്ചി, ഞാൻ പോവുകയാണെന്ന് ആതിര പറയുമ്പോൾ നീ ഇതുവരെ പോയില്ലായിരുന്നോ? ഞാൻ കരുതി നീ പോയെന്ന്, ഇനി എന്താണെങ്കിലും നീ ഇപ്പോൾ പോണ്ട, സന്ദീപിനെ വിളിച്ച് അമ്മുവിൻ്റെ ഡ്രസ്സെല്ലാം കൊണ്ടുവരാൻ പറ, എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം. ഇത് കേൾക്കുന്ന ആതിര നിയന്ത്രണം വിട്ട് പറയുകയാണ്, ഇല്ല ചേച്ചി, ഞാൻ മോളെയും കൊണ്ടേ പോകൂ. മോളെയും കൊണ്ടോ എന്ന് ചോദിച്ച് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ഇത് ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ടുപോകും. ശിവരാമേട്ടൻ പറഞ്ഞതെല്ലാം ചേച്ചിയും കേട്ടതല്ലേ, അയാള് എന്തെങ്കിലും ഒരിക്കൽ വന്ന് മാളുവിനെ കൊണ്ടുപോയി പിന്നെ എനിക്കാരാ ഉണ്ടാവുക എന്ന് ആതിര ചോദിക്കുമ്പോൾ ഞാൻ ഇവളെ വളർത്തിയ ഇവളുടെ അമ്മയല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. തുടർന്ന് കൊച്ചിനെ ആതിരയുടെ കയ്യിൽ നിന്നും ബലമായി എടുക്കാൻ ശ്രമിക്കുകയാണ് ആതിര. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കമലയും മീരയും കൂടി ചെല്ലുന്നു. എന്തിനാ ആതിരെ ഈ കുഞ്ഞിന്റെ പേരിൽ നീ ഇവളുമായിട്ട് വഴക്ക് കൂടുന്നതെന്ന് കമല ചോദിക്കുമ്പോൾ ഇത് ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞാണെന്ന് ആതിര പറയുന്നു. എടി, സ്വന്തം കുഞ്ഞായിട്ടല്ലേ ഇവൾ ഇത്രയും നാളും അമ്മുക്കുട്ടിയെ വളർത്തിയത്? ശിവരാമൻ നിന്റെ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിലാണ് ഉപേക്ഷിച്ചത്, അവിടെ നിന്ന് ഏതോ ഭിക്ഷക്കാർ വരെ എടുത്തുകൊണ്ടുപോയി,
അവസാനം ഒരാപത്തും പറ്റാതെ അച്ചുവല്ലേ കുഞ്ഞിനെ രക്ഷിച്ചത്. ഇവളെ പ്രസവിച്ചത് നീ തന്നെയാണ്, അത് ശരി തന്നെ. പക്ഷെ ഇവൾക്ക് ആദ്യം അമ്മയായത് അച്ചുവാണ്. ആ കാര്യം നീ എന്താണെങ്കിലും മറക്കരുത്. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും എന്റെ കുഞ്ഞിനെ കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് ആതിര പറയുമ്പോൾ എന്റെ അമ്മുക്കുട്ടിയെ ഞാൻ തരില്ലെന്ന് അർച്ചനയും പറയുന്നു. ഇതിന് ഞാൻ ആലോചിച്ചിട്ട് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അമ്മുക്കുട്ടിയുടെ അമ്മയാകുക. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം ഇവളെ വളർത്താൻ. നിങ്ങൾക്കിനി അത് പറ്റില്ലെങ്കിൽ ഞാൻ വളർത്തിക്കോളാം ഇവളെ. അമ്മുക്കുട്ടിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. ഇനി ഒരു നോക്കുകൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ നിങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ചൊരു തർക്കം ഉണ്ടാകരുതെന്ന് കമല പറയുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ആതിരയും അർച്ചനയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.